മൂന്നാർ പോയ വീഡിയോയുടെ തേർഡ് പാർട്ടാണ് ഇത്. പാർക്കിലുള്ള ഈ ഒരു ഇക്വിപ്മെന്റ്സ് കൊള്ളാം കേട്ടോ. കുഞ്ഞുങ്ങൾ സേഫായിട്ട് ഇരിക്കാൻ പറ്റിയ ഒരു ബാസ്ക്കറ്റ് പോലത്തെ ഒരു ടൈപ്പ് റൈഡാണേ. ഈ പാർക്കിൽ കൂടുതലായിട്ടുള്ളത് ഫ്ലവേഴ്സ് ആണ്. ഒരു ഐറ്റത്തിൽ തന്നെ കുറെ അധികം കാണും. ചിലപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള കുറെ ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നേ. പാർക്കിന്റെ ഉള്ളിൽ ഒരു ആനയുടെ പ്രതിമ ഉണ്ടായിരുന്നേ. കണ്ടാൽ ഒറിജിനൽ ആനയെന്നേ പറയുള്ളൂ കേട്ടോ. അപ്പൊ അതിന്റെ കൊമ്പിലിരുന്ന് മോൻ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. അതിന്റെ സൈഡിലായിട്ട് ഒരു റിവർ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ ആ റിവർ കാണാനായിട്ട്. പിന്നെ മോൻ അവിടുന്ന് കുറച്ച് സ്ട്രോബെറി പറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ആ സ്ട്രോബെറിക്ക്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെയുള്ള ക്ലൈമറ്റ് ആകപ്പാടെ മാറിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വന്നപ്പോൾ ഉള്ള ക്ലൈമറ്റ് അല്ലായിരുന്നു കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം തൊട്ടടുത്ത് നിൽക്കുന്നവരെ പോലും കാണാൻ പറ്റാത്ത രീതിയിൽ മഞ്ഞായിട്ടുണ്ടായിരുന്നേ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എൻട്രൻസിൽ കണ്ടതുപോലത്തെ ഒരു കടുവയുടെ പ്രതിമ ഇതിന്റെ ഉള്ളിലും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ കഴിഞ്ഞ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോയിൽ കൂടെ അത് ടാഗ് ചെയ്തേക്കാവേ. മോനെ കടുവയുടെ വായിൽ കൈയിട്ടൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. മോന്റെ വിചാരം അത് പൂച്ചയെന്നാണേ. അതിനുശേഷം സ്പ്രിങ് മോഡലിൽ ഇരിക്കുന്ന ഒരു റൈഡിലും കൂടെ കയറിയിട്ടുണ്ടായിരുന്നേ. ഒരുപാട് ഇഷ്ടപ്പെട്ടേ. കുറച്ചു നേരം നമ്മളോട് ടൈം സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ തിരിച്ചു പോകുന്നായിരുന്നേ. ഇതിപ്പോ കണ്ടാൽ നിങ്ങൾക്ക് തോന്നും വൈകിട്ട് ഒരു 5:30 ടൈം വന്നേ. പക്ഷെ ഇത് ഉച്ചയ്ക്ക് 1 മണിയാണ് കേട്ടോ. എന്തായാലും ഈ മഞ്ഞുകാലം തീരുന്നതിന് മുമ്പ് ഒന്നും കൂടെ മൂന്നാർ പോകുന്നുണ്ട്. അപ്പോൾ ഒരു ലോങ് വീഡിയോ ആയിട്ട് അതൊക്കെ ഷൂട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കാവേ.